ഇതാ ഈ ആലുമരം 200 വർഷത്തിലേറെ പഴക്കമുള്ള മരമാണ്. 2004 വെള്ളപ്പൊക്കം വന്നപ്പോഴാണ് ഈ മരം വീണത്. അത് വീണ ശേഷം അത് അവിടെ നിന്ന് ആവശ്യ വന്നു. ഇത് കണ്ടില്ലേ, അങ്ങനെ വലിയ മരമായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു പേരുകേട്ട മരമാണിത്. 200 വർഷത്തോളം പഴക്കമുള്ള ഈ ആലുമരത്തിനിവിടെ ഭയങ്കര പേരാണ്. വെള്ളപ്പൊക്കം വന്ന് വീണപ്പോഴും ഈ മരം വിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് അവച്ച് പഴച്ച് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആലുമരം കാണാനും ആയിട്ട് എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ സന്ദർശനമാണ്. ലക്ഷദ്വീപിലുള്ള 37 ദ്വീപുകളിൽ 10 ദ്വീപുകളിലാണ് ജനവാസമുള്ളത്. അതിൽ കടമം എന്ന് പറയുന്ന ദ്വീപിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കടമത്ത് പറയും. നമ്മൾ ട്രിവാൻഡ്രം തിരുവനന്തപുരം പറയുന്ന മാതിരി കടമം ദ്വീപ് എന്നാണ് പറയുക. ഇതിൻ്റെ നീളം 12 കിലോമീറ്റർ താഴെയും വീതി 1/2 കിലോമീറ്റർ, 1 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ, അങ്ങനെ 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വ്യത്യസ്തമായ അളവിലാണ് വീതിയുള്ളത്. ഇവിടെ 6000-ൽ താഴെയാണ് ജനസംഖ്യയുള്ളത്. വളരെ വൃത്തിയുള്ള ദ്വീപാണ്. ജനസംഖ്യ കുറവുള്ളത് കൊണ്ട് തന്നെ വളരെ വൃത്തിയാണ് ഈ ദ്വീപിന്. ഇത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങൾക്ക് ഗൈഡ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, എല്ലാം കാണിച്ചു തരുന്നുണ്ട്. അവിടുത്തെ വെള്ളമൊക്കെ തെളിഞ്ഞ വെള്ളമാണ്, കണ്ടില്ലേ, തെളിഞ്ഞ വെള്ളങ്ങളാണ്. അടിയിലുള്ളതൊക്കെ നല്ല പളുങ്കുമാതിരി കാണും. നമ്മുടെ അവിടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പോലും ഇത്ര തെളിച്ചും വെളിച്ചും ഉണ്ടായില്ല. ഞങ്ങൾ റൂമിലെത്തിയ ഉടനെ കുളിച്ച് വൃത്തിയായി ചായയൊക്കെ കുടിച്ച ഉടൻ തന്നെ പരിസരങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നാണ്. സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഞങ്ങളിത് ഓരോരോ സ്ഥലങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. ഈ കാണുന്നത് തിരമാലകൾ അടിച്ച കരയ്ക്കുള്ള സംരക്ഷണ ഭിത്തിയാണ്. ഇപ്പോൾ വേലിയിറക്ക സമയമായതുകൊണ്ടാണ് കടൽ അങ്ങോട്ട് താഴ്ന്നു പോയിരിക്കുന്നത്. ഇതാ ഈ മരത്തിനെ പറ്റിയെല്ലാം ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ്. എല്ലാം നമ്മൾക്ക് വിശദമായിട്ട് തന്നെ വിശദീകരിച്ച് തരുന്നുണ്ട്. ഹിദായത്ത് മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇതാ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൻ്റെ നിറല്ലേ, വെള്ളത്തിൻ്റെ ഉള്ളിലെ പായലുകൾ, ചെടികൾ, കല്ല്, മണൽ എല്ലാം തെളിഞ്ഞ് കാണുക, കണ്ടില്ലേ. നമ്മുടെ നാട്ടിലുള്ള കോഴികളൊക്കെ പിന്നെ കരവത്താണ് മേയ്യുക, കരയിൽ. ഇതാ ലക്ഷദ്വീപിലെ കോഴികളും പൂച്ചയും കടലിലാണ് മേയ്യണത്, കണ്ടില്ലേ. ഇതാ കടലിൽ പൂച്ച, കോഴി. ഇതാ പൂച്ച, നല്ല ചന്തമുള്ള കോഴികളാണ്. കൊക്ക 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 കൊക്ക. ആ കാണുന്നതാണ് വെള്ളം ശുദ്ധീകരിക്കുന്ന സ്ഥലം. ആ വെള്ളം ശുദ്ധീകരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് നമ്മളിനി കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ യാത്ര തിരിച്ചു. ഇതാണ് 11 മീറ്ററിലുള്ള ദ്വീപിൻ്റെ നടുവിലൂടെയുള്ള റോഡ് ഇത് തന്നെയാണ് ആകെയുള്ള വീതി. അവിടുത്തെ മെയിൻ ഹൈവേ ആണിത്. ഇതാ റോഡ് സൈഡ് തന്നെയാണ്. എല്ലാ തെങ്ങുകളൊക്കെ ഉള്ളത്. വീടുകളിലും മതിലുകളൊന്നുമില്ല, വേലികളില്ല. നമ്മുടെ പണ്ട് ചാവക്കാട് അങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെയാണ്. ഇവിടുത്തെ ആചാരങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. കല്യാണ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞാൽ കണ്ണൂരിലെ മാതിരിയാണ്. ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ പോയിരിക്കണം. കല്യാണം കഴിക്കുമ്പോൾ പെണ്ണിന് നല്ലൊരു എമൗണ്ട് കൊടുക്കണം. പിന്നെ വീടുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യൽ, അലങ്കരിക്കലൊക്കെ ചെക്കൻ്റെ ബാധ്യതയാണ്. നമ്മുടെ നാട്ടിലെ മാതിരിയല്ല. അത് കാരണം അമ്മായിപ്പോര് നാത്തോമ്പോരൊന്നും ഉണ്ടായില്ല. ചെക്കനാണ് പെണ്ണിൻ്റെ വീട്ടിൽ പോയി ഇരിക്കുക. അവൻ സമ്പാദിച്ച് അവിടെ പെണ്ണിനെയും നോക്കി അവൻ്റെ വീട്ടുകാരനെയൊക്കെ നോക്കി ജീവിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. അതുകൊണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ ചെക്കന്മാർ നല്ല പൈസ ഉണ്ടാക്കിയാലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ട്രാക്ടർ, ടിപ്പർ, ടില്ലർ അങ്ങനെയൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഇലക്ട്രിക് ലൈൻ മുകളിലൂടെ ഇല്ല, ഭൂമിക്കടിയിലൂടെയാണ് വലിച്ചിട്ടുള്ളത്. ഡീസൽ ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ ഒരു പുതിയ പെട്രോൾ പമ്പ് ഈ ദ്വീപിലിപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിൽക്കുന്നതൊക്കെ കുപ്പിയിലാക്കി അതാത് കടകളിൽ 200 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. ഇടയിൽ ഓരോ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ലിറ്ററിന് 200 രൂപ കൊടുക്കണം. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോണതൊക്കെ ഇവിടെ ബസ്സൊന്നുമില്ല. ഓട്ടോ, സൈക്കിള് അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളിലൊക്കെയാണ് സ്കൂളിലേക്ക് പോവുക, മദ്രസ സ്കൂളിലേക്കൊക്കെ. ദ്വീപിലെ ജനങ്ങൾ നിഷ്കളങ്കരായ, സത്യസന്ധരായ നല്ല മനുഷ്യരാണ്. തേങ്ങകൾ അവിടെ നിറയെ വീണ് കിടക്കുന്നുണ്ട്, കൂട്ടിയും വെച്ചിട്ടുണ്ട്. ആരും മറ്റുള്ളവരുടെ എടുക്കുകയില്ല. കളവും ചതിയും ഒന്നുമില്ല. എല്ലാവരും സത്യസന്ധരാണ്. എല്ലാവരും പരസ്പരം അറിയുന്നവരും ബന്ധുക്കളും ആണ്.
ആരും പരസ്പരം വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അവർ അപ്പം തന്നെ അത് പറഞ്ഞ് പരിഹരിക്കൂ. അതൊക്കെയാണ് ദ്വീപിലെ രീതികൾ. ഇതാ ഈ കാണുന്നതാണ് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ്. 3 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവന്ന്, അത്രയും ദൂരത്ത് നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ശുദ്ധീകരിച്ചിട്ടാണ് ഈ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇതാ ഇവിടെ കാണുന്ന കടലിൻ്റെ അടുത്ത് കാണുന്ന കടൽ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള മരമാണ് തോന്നുന്നു. ജീരാണി മരം എന്നാണ് പറയുന്നത്. ഈ മരത്തിൽ പൂവുണ്ട്, പലതരം കായ്കളുണ്ട്. ഇതിങ്ങനെ വിറകിനും കട്ട്ള ജെല്ല് അങ്ങനത്തെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മരം ഉപയോഗിക്കുന്നത്. പിന്നെ കടലിൻ്റെ സംരക്ഷണം, വേരുകൾ കൊണ്ട് കടൽ ഭിത്തി സംരക്ഷിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. ഇതാണ് അത്തിപ്പഴം. ഇവിടെയുള്ള അത്തിപ്പഴമാണ് ഈ മരത്തിൽ കാണുന്നത്. കായ് പഴുത്തിട്ടില്ല. ഇതാ അത്തിപ്പഴം. ഇതാ ചെറിയ ചെറിയ അത്തിയാണ്. മധുരമുണ്ടത് കായ്. പഴുത്താൽ നല്ല മധുരം ഉണ്ടാകുന്ന പറഞ്ഞിട്ടുള്ളത്. പഴുത്തതൊക്കെ മുകളിലാണ്, ഇപ്പോൾ താഴെയില്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട ശേഷം ദ്വീപിൻ്റെ വടക്കേ തലയ്ക്കാണ് പോകുന്നത്. അവിടുത്തെ പള്ളിയുടെ മുന്നിലുള്ള കിണറിലെ വെള്ളം തീരെ ഉപ്പ് രസമില്ല. 15 മീറ്റർ ദൂരത്താണ് കടൽ വെള്ളമുള്ളത്. ആ പള്ളിയും കിണറുമാണ് കാണുവാൻ പോകുന്നത്. ദ്വീപുകാർക്ക് വളരെയധികം വിശ്വാസമുള്ള പള്ളിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തൊട്ടടുത്ത് തന്നെയാണ് ബീച്ചും. ഇത് കിണർ വെള്ളമാണ്. ഇത് കുടിക്കും. ഉപ്പ് രസം ഉണ്ടായില്ല. കുടിക്കാനുള്ള വെള്ളമാണ്. ഇതുണ്ടല്ലേ, നല്ല തെളിഞ്ഞ് കിടക്കുന്നുണ്ട്, കണ്ണാടിമാരി. കടലടുത്താണ്. ഇത് നോക്കിയാൽ തന്നെ കടൽ കാണാം. ഇതാ ഇത്ര ദൂരമുള്ളൂ കടലിലേക്ക്. പക്ഷേ ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കും. സയ്യിദ് യൂസഫ് വലിയുല്ലാഹി മസ്ജിദ്. ഇതൊരു മുള്ളുള്ള ചെടിയാണ്. പുല്ലുമാതിരി ഉണ്ടാവും. ഇത് തൊട്ട് കഴിഞ്ഞാൽ ഈ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുത്തും. ഇതിവിടെ നിറയുണ്ട് ഈ പുല്ലിച്ചെടി ഈ അരികിലൊക്കെ. ഇതിനെ കടലിലെ ഭിത്തികളിൽ മണലിനെ ബലം പിടിപ്പിച്ച് നിൽക്കുന്ന ഒരു പുല്ലിച്ചെടിയാണ്. വെള്ളമൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുന്ന വെള്ളമാണ്. അതുകൊണ്ടില്ല, കണ്ണാടിമാരിയുള്ള വെള്ളമാണ്. ഇതാ ഒരാളിത് മീൻ പിടിക്കുന്നുണ്ട്. വല വീശിയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ ദൂരത്താണെങ്കിലും അവർ ഒരു 2 അടി ഒരു 1/2 കിലോമീറ്റർ ദൂരത്താണ് ആ ഒരാൾ നിൽക്കുന്നത്. പക്ഷേ അവർക്ക് മുട്ടിനെ വെള്ളമുള്ളൂ അവിടെ. ഇതാണ് ഞണ്ടിതാ, ഞണ്ട് ഓടിന് കണ്ടതാ. ഓ ഇറുക്കി സ്ട്രോങ് പല്ല് കണ്ണ്. ഓടി 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 ആള് ഓടി 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 ഓടി. സൂര്യ അസ്തമയമാണ്. ഇതാ സൂര്യാസ്തമയം. ഇതാ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും സൂര്യാസ്തമയം. ഇതാ ഇതാ കൂടെ കടലും. സുന്ദരമായ കാഴ്ചയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ. വളരെ നല്ല വെളിച്ചം, നല്ല വെള്ളം. ഇവിടെ പാമ്പ് ഇതൊന്നും ഉണ്ടായില്ല. പാമ്പില്ല, നായയില്ല, അങ്ങനെയുള്ള വിഷജന്തുക്കളൊന്നുമില്ല. പൂച്ചയുണ്ട്, കോഴിയുണ്ട്. ഈ മണൽ വെള്ള കളർ വരുവാൻ കാരണം പവിഴപ്പുറ്റുകൾ പൊടിഞ്ഞാണ് ഈ മണലുണ്ടായിട്ടുള്ളത്. ഇവിടെ മണ്ണ് പൊതുവെ കാണാൻ കഴിയില്ല. മണൽ മാത്രമാണ് അധികം കാണുന്നത്. കരയിലും കാണുന്നത് മണൽ തന്നെയാണ്. ഈ മണലിൽ തന്നെയാണ് ഇവിടെ കാണുന്ന തെങ്ങും മരങ്ങളും ചെടികളൊക്കെ വളർന്നു നിൽക്കുന്നതും. ലക്ഷദ്വീപിൽ കാണാൻ ഓരോരോ ഭാഗങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ നിറങ്ങളൊക്കെയാണ്. വളരെ മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന, പല സമയങ്ങളിൽ പലതരത്തിലുള്ള കാഴ്ചയാണ് കാണുക. ആകാശം പലതരത്തിൽ മനോഹരമായിരിക്കും. ഇത് കണ്ടില്ലേ, വളരെ ഭംഗിയായ നീല, ചുവപ്പ്, വെള്ള, റെഡ്. ചിത്രരചനയിൽ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാളും ഭംഗിയായിട്ടാണ് ഒറിജിനലായിട്ട് കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് ആകാശവും കടലും കാണാനുള്ളത്.
അതിനെ എങ്ങനെയാണ് പറഞ്ഞ് അറിയിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയുന്നില്ല. അത്രയും മനോഹരമാണ്. അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ലക്ഷദ്വീപിൻ്റെ മനോഹരമായ ഓരോ കാഴ്ചകൾ, ഓരോ സ്ഥലവും പലതരത്തിൽ വർണ്ണവും ഭംഗിയുള്ളതാണ്. ഇത് കണ്ടില്ലേ, റെഡ് കളറിൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. വളരെ മനോഹരമായ കാഴ്ച. ഇത് ലക്ഷദ്വീപിൽ മാത്രമായി കാണപ്പെടുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചയാണിത്. ഇതിനുള്ള ആകാശങ്ങളൊക്കെ നീല കളറാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ പറയണമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു മനോഹരത കാണണമെങ്കിൽ ലക്ഷദ്വീപിൽ തന്നെ വരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എവിടെ പോയാലും ഇത്രയും ഭംഗിയായിട്ട് ഒരു കടലും സൂര്യനെയും കാണാൻ പറ്റില്ല. ഇത് ഓരോരോ സമയത്ത് ഓരോരോ തരത്തിലായിരിക്കും ഉണ്ടാകുക ഈ ഭംഗി. ലക്ഷദ്വീപിൽ ടൂർ വരുന്നവർ കടൽ വെള്ളത്തിനടിയിലുള്ള ആക്ടിവിറ്റികളും ഈ കാണുന്ന ആകാശഭംഗിയും ആസ്വദിക്കുക എന്നതിനു വേണ്ടി മാത്രമാണ് വരുന്നത്. കഥയെഴുതുന്നവരും കവിത രചിക്കുന്നവരും ഫോട്ടോഗ്രാഫർമാരൊന്നും ഇവിടെ വന്നാൽ അത്ര പോകുന്നവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കഥയെഴുതുന്നവരും കവിത രചിക്കുന്നവരും ഈ പ്രകൃതി ഭംഗിയെക്കുറിച്ച് എത്ര എഴുതിയാലും അവർക്ക് മതിയാകില്ല. അതുപോലെ തന്നെയാണ് ഫോട്ടോഗ്രാഫർമാർക്കും എത്ര ഫോട്ടോ എടുത്താലും അവർക്കും മതിയാകില്ല. നമ്മൾക്കും അതുമാതിരി തന്നെയാണ്. ഈ പ്രകൃതി എത്ര കണ്ട് ആസ്വദിച്ചാലും നമുക്ക് മതിയാകില്ല. അസ്തമയ സമയം ആകാശം കടലും വളരെ മനോഹരമായി കാണുന്ന കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. ഗോൾഡൻ കളറ്, റെഡ് കളറ്, ഗ്രേ കളറ്, ബ്ലൂ, അങ്ങനെ ആകാശം വ്യത്യസ്തമായ കളറുകളിൽ കാണുന്ന ഒരു സമയമാണിത്. കണ്ണിന് വളരെ കുളിർമ നൽകുന്ന നല്ലതായ കാഴ്ച. വളരെ നല്ലതായ കാഴ്ച. ഇതാ ഈ ബീച്ച് പാരഡൈസ് ബീച്ച് പറയും. ഇത് ഞങ്ങളുടെ ടൂർ കൊണ്ടുപോയവരുടെ സ്വന്തം ബീച്ചാണ്. ഇവിടെയാണ് ഞങ്ങൾ അധിക സമയം ആക്ടിവിറ്റികളൊക്കെ ചെയ്തത്. ഇവിടെ ചാരിക്കിടക്കാനുള്ള ചെയറുണ്ട്, ലൈറ്റുകളുണ്ട്, അതേമാതിരി തെങ്ങിൽ കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഊഞ്ഞാൽ, അതേമാതിരി കുളിക്കാനും വസ്ത്രം മാറ്റാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. വളരെ രസകരമാണ് ഇവിടെ ഇരിക്കാനും. പലവരും ഞങ്ങളോട് എത്ര രൂപ ടൂർ പാക്കേജിന് ചിലവായി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പാക്കേജിൽ പറഞ്ഞത് 17,000 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എക്സ്ട്രാ ആക്ടിവിറ്റികളൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു 28,000 രൂപൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോകളൊക്കെ കഴിഞ്ഞ ശേഷം അടുത്ത വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. അങ്ങനെ കാണുമ്പോഴാണ് അവിടെ വലയിടുക അല്ലേ. അവിടെ ഒരു ഇളകണ കണ്ടില്ലേ, കടലിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ഇളകൽ, ഇത് കുറച്ചടുത്ത് അത് മീൻകൂട്ടമാണെന്ന്. മീൻകൂട്ടം അവിടെ ഒരു ഇളകണ കണ്ടില്ലേ ഇതായിട്ട് കടലിൽ, അതാണ് മീൻകൂട്ടം. ഒരു തിരയല്ലാത്ത ഒരു ഇളക്കം. അവിടെ അത് മീൻകൂട്ടമാണ് അത്ര. അവിടെ വീശിയ നെല്ല അതാ ചെറിയ തിര പോലെ ചെറിയൊരു അവിടെ ഫുള്ള് മീനാണ്. ആ മീൻ ഇങ്ങോട്ട് വരുമോ എന്തോ. അസീക്ക നല്ല ഊഞ്ഞാലാട്ടത്തിലാണ്. ഇല്ല, മീനില്ല. അതിൽ വലയിടുന്നേ ഉള്ളൂ അവർ. മഴക്കാറില്ല. ഈ അടിയിൽ കൂടെ ഗോൾഡൻ കളർ കാണണ്ടേ, അത് കാർമേഘത്തിൻ്റെ അടിയിൽ കൂടെ സൂര്യൻ്റെ ഇത് കാണുക ഫ്ലെയർ അടിച്ചിട്ട്. ഒരു ഓരോരോ സെക്കൻഡിനും വ്യത്യസ്തമായ നിറമാണ് കാണുന്നത്. അതെ, ഓരോരോ മിനിറ്റിനും ആകാശത്തിൻ്റെ കളർ വളരെ വ്യത്യസ്തമാണ്. നോക്കുക, അങ്ങനെ ഇവിടുന്ന് കാർമേഘമാതിരി നീല കരിങ്കളറ്, കരിനീല. ഇനി ഇരുട്ടാകാറായി, ഞങ്ങൾ റൂമിലേക്ക് പോകാൻ നിൽക്കുന്നു. ദ്വീപിൽ നേരം പുലരുമ്പോൾ രാവിലെയുള്ള സൗണ്ടുകളാണിതെല്ലാം. കോഴി കൂകുക, പക്ഷി ചിലയ്ക്കുക, അങ്ങനെയുള്ള കുറേ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സൗണ്ടുകളാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇന്നില്ല. നമ്മുടെ നാട്ടിലും മുൻകാലങ്ങളിൽ ഇത്തരം സൗണ്ടുകൾ ഉണ്ടായിരുന്നു.
ഈ സൗണ്ട് ഒരു മണിക്കൂറോളം ഉണ്ട്. അത് നല്ല നേരം പുലരുമ്പോൾ ഈ സൗണ്ട് കേൾക്കാൻ വളരെയധികം ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ നേരം വെളുത്തു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്.